CSK തിരിച്ചു തന്നെയാണ്. ഇപ്പോൾ സഞ്ജു ഫോമിലെത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു കളിക്കുമ്പോൾ മാത്രം CSK ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു കളി വെച്ച് എല്ലാ കളികളിലും സഞ്ജു കളിച്ചപ്പോഴാണ് ജയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ പോലും സഞ്ജു ഒരു ലോങ് ഇന്നിങ്സ് തന്നെ കളിക്കാം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓവർ കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം സാധാരണ അദ്ദേഹത്തിൻ്റെ ഈ ബാറ്റ് ചെയ്യുന്ന സ്റ്റാൻസ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇതെടുത്തിരിക്കുന്നത് അദ്ദേഹം ലെഗ് സ്റ്റമ്പിൽ നിന്നും കുറച്ചുകൂടി മാറിയിട്ടാണ്. ഷമിയുടെ പന്തുകൾ നേരിടാൻ ഫസ്റ്റ് ഓവറിൽ 3 ബൗണ്ടറി നേടി, ഓഫ് വിക്കറ്റ് 3 വിക്കറ്റുകളും കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫിഫ്ത്ത് അല്ലെങ്കിൽ ബൗണ്ടറി ജസ്റ്റ് എഡ്ജ് ആയിരുന്നു അത്. അതെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫിഫ്ത്ത് സ്റ്റമ്പിലോ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റമ്പിലോ വരുന്ന പന്തുകളെ നേരിടാം, അല്ലെങ്കിൽ ഷമിയുടെ പന്തുകൾ കൃത്യമായിട്ട് അദ്ദേഹം ജഡ്ജ് ചെയ്തുകൊണ്ട് ലെഗ് സൈഡിലേക്ക് പക്ഷെ അദ്ദേഹം പിന്നീട് ഈ ഋതുരാജ് ഗെയ്ക്വാദ് ഔട്ടായതിനു ശേഷം പ്രിൻസ് യാദവിന്റെ ഓവർ വരുന്ന സമയത്ത് സഞ്ജു പിന്നീട് അദ്ദേഹത്തിന്റെ ഓഫ് സൈഡിലേക്ക് കുറച്ചുകൂടി കയറി നിന്നിട്ട് അദ്ദേഹത്തിന്റെ പതിവ് സ്റ്റാൻസിലേക്ക്, അതായത് ആ സമയത്ത് അദ്ദേഹം ഗിയർ മാറ്റുകയാണ്. ഫസ്റ്റ് ഓവറിൽ അദ്ദേഹത്തിന്റെ ഒരു അഗ്രസീവ് കുറച്ചുകൂടി ലെഗ് സൈഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഓഫ് സൈഡിൽ വിട്ടു കൊടുത്തിട്ട് കളിക്കുക എന്നുള്ളൊരു മൂഡിലായിരുന്നു. ഋതുരാജ് ഔട്ടായതിനു ശേഷം അദ്ദേഹം തിരിച്ച് പഴയതുപോലെ വരുന്നു. പക്ഷേ ആ ഒരു ഷോട്ടിൽ അദ്ദേഹം ഔട്ടാവുന്നു. നന്നായിട്ട് യോർക്കർ എറിയുന്ന താരം കൂടിയാണ്. അതെ, കളിക്കാർ ജഡ്ജ് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഗ്രസീവ് സ്റ്റൈൽ മൂഡ് കളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സഞ്ജു വിചാരിച്ച പോലത്തെ ഒരു ദിവസമായിരുന്നില്ല സഞ്ജുവിന്. ആറുചാമിയുടെ പ്രകടനം 12 പക്ഷെ അവസാനം തന്റെ ബിഗ് ഹിറ്റിംഗ് കഴിവ് ആള് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അവസാന ഓവറിൽ 23 റൺസെറ്റ് വന്നു. അപ്പൊ അത് ഒരു പക്ഷേ CSK ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഇനി 2 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് CSK കോൺഫിഡൻസ് തകർക്കുന്ന കാര്യങ്ങളിലൊന്ന്. പക്ഷെ ഇന്നത്തെ മത്സരം ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 3ാം സ്ഥാനത്തേക്ക് എത്താമായിരുന്നു ചെന്നൈക്ക്. കാരണം നല്ല റൺ റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റിൽ അവർ 6ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഉർവിൽ പട്ടേലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇവരെ തകർത്ത് വിട്ടത്. പക്ഷെ ഉർവിൽ പട്ടേലിന് അവർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പന്തുകളൊക്കെ. അതായത് നല്ല ബൗൺസിൽ വരുന്ന പന്തുകളാണ്, ബോഡിയിലേക്ക് വരുന്ന പന്തുകളായിരുന്നു ആ പന്തുകൾ. അതെ, അങ്ങനെയുള്ള പന്തുകൾ നേരിടാൻ അദ്ദേഹം, അതായത് ഒരു ലെഗ് സൈഡിഷ് പ്ലെയറാണ്, ലെഗ് സൈഡിൽ കൂടുതൽ അടിക്കുന്ന ഒരു പ്ലെയറാണ് ഉർവിൽ പട്ടേൽ. അപ്പോൾ അത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കൃത്യമായിട്ടും ബോഡി ലൈനിൽ തന്നെ പന്തെറിഞ്ഞുകൊണ്ട് എന്താ പറയുക, ഈ അദ്ദേഹം 6 പന്തുകൾ നേരിട്ടു, 5 റൺസാണ് നേടിയത്. അദ്ദേഹത്തെ കുടുക്കിയ ആ ഒരു ഇവരുടെ തന്ത്രങ്ങളും മറ്റുമൊക്കെ കൃത്യമായിരുന്നു. സഞ്ജുവിനെ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയും ഇന്ന് നന്നായിട്ട് വന്നിരുന്നു. കാരണം അവിടെയൊക്കെ സഞ്ജുവിന്റെ ആ ഒരു ലെഗ് സൈഡ് കറക്റ്റ് പുള്ളിക്ക് മാറേണ്ട കാര്യമൊന്നുമില്ല, കയ്യിൽ തന്നെ വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു.